മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. സുന്ദരിയായി സ്വപ്നതീരം. നമ്മൾ ഇന്ന് കാണുന്ന ഫോർട്ട് കൊച്ചി ആഭ്യന്തര അന്തർദേശീയ വിനോദസഞ്ചാരികളുടെ ഒരു പ്രമുഖ വിനോദ കേന്ദ്രമാണ്. ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളും കൊളോണിയൽ കാലഘട്ടത്തിലെ പാശ്ചാത്യ നിർമ്മിതികളും കൊച്ചി ടൂറിസത്തിന്റെ പ്രത്യേകതകളാണ്. പ്രതിദിനം അനേകം സഞ്ചാരികളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ എന്ന നിലയിൽ കൊച്ചി ഒരുപാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നാഷണൽ ജോഗ്രഫിക് 2020 പുറത്തുവിട്ട ലോകത്തിലെ ഏറ്റവും മികച്ച 25 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ 9ാം സ്ഥാനമാണ് കൊച്ചിക്കുള്ളത്. മികച്ച ടൂറിസം ഡെസ്റ്റിനേഷനിലേക്കുള്ള കൊച്ചിയുടെ വളർച്ചയ്ക്ക് വെല്ലുവിളിയാകുന്നത് കൊച്ചിയിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളാണ്. ഇന്ന് നമുക്ക് വളരെ മെച്ചപ്പെട്ട വൃത്തിയുള്ള ഒരു അന്തരീക്ഷം ഇവിടെ കാണാൻ സാധിക്കും. ഇതിനുവേണ്ടി വളരെയധികം പ്രയത്നിച്ച ബോണി തോമസ് പറയുന്നത് ഇങ്ങനെ: പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂടാതെ കൊച്ചിയുടെ മലിനീകരണത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നത് വാട്ടർ ഹൈസൻഡ് അഥവാ കുളവാഴ എന്നറിയപ്പെടുന്ന ജലസസ്യമാണ്. പ്രതിദിനം ടൺ കണക്കിന് കുളവാഴകളാണ് ബീച്ച് പ്രദേശങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുന്നത്. കായലിൽ നിന്ന് ഒഴുകിയെത്തുന്ന ഇവ ഉപ്പ് കലർന്ന കടലിലേക്ക് എത്തുമ്പോൾ വളർച്ച നഷ്ടപ്പെട്ട് ചീഞ്ഞളിഞ്ഞ് തീരപ്രദേശങ്ങളിലേക്ക് അടിയുന്നു. ഇവ നീക്കം ചെയ്യുന്നത് വളരെ ചെലവേറിയതും ശ്രമകരവുമായ പ്രക്രിയയാണ്. ഞാൻ നോഡൽ ഓഫീസറായിട്ട് സ്ഥാപനത്തിന്റെ പേര് കൊച്ചിൻ ഹെറിറ്റേജ് ഓൺ കൺസർവേഷൻ സൊസൈറ്റി. അത് ഞങ്ങളും DTPCയും ചേർന്നിട്ട് ഈ ടൂറിസ്റ്റുകൾ ധാരാളം വരുന്ന തീരത്തോടെ കടൽ തീരത്തോടെ ഭാഗങ്ങൾ കളിക്കാൻ ശുചീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിനെക്കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞു. മുമ്പ് വളരെ മോശമായി കിടന്ന് ഇപ്പൊ വേറെ പെട്ടെന്ന് പറഞ്ഞു. അതിന് ഒരുപാട് ഘടകങ്ങൾ സഹായിച്ചിട്ടുണ്ട്. അത് ശുചീകരണത്തെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് അവിടെ ശുചിത്വം ഇല്ലാതാകുന്നുള്ള കാര്യം പറയണത്. ഇത് ഫോർട്ട് കൊച്ചി എന്ന് പറയുന്ന ഒരു മുനമ്പ് പോലെ സ്ഥലം. ഈ ജോഗ്രഫി നിങ്ങള് ഇവിടെ നോക്കുമ്പോൾ നമ്മൾ ഈ തൊട്ടടുത്ത് കാണുന്നത് കടലും കായലും ഊർജ്ജത്തിന് തരാം. അറബിക്കടലും വേമ്പനാട് കായലും. ഈ വേമ്പനാട് കായല് ആലപ്പുഴ വരെ കണക്ഷനാണ്. പുറത്ത് നിങ്ങളുടെ അയലിന്റെ നിങ്ങൾ പഠിക്കുന്ന അയൽ വൈദ്യുതി, മുളകുകാട്, പരമ്പുകാട്, പല്ലാർപാടം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഒരുപാട് ദ്വീപുകൾ വരെ. അങ്ങനെ അത് കൊടുങ്ങല്ലൂര്, അവാതെ, ഇതെല്ലാം ഒരേ വെള്ളമാണ്. അപ്പൊ ഇതെല്ലാം വന്നു ചേരുന്ന കടലിൽ കയറി ചേരുന്ന ആ പോയിന്റാണ് ഫോർട്ട് കൊച്ചി ഗ്രൗണ്ട്. സംഭവത്തിൽ നമ്മൾ പുറത്തേക്കൊന്ന് നോക്കി കഴിഞ്ഞാൽ കായല് കാണാൻ, കുളവാഴ, ഹൈസെന്തെന്ന് ഇതിന് പറയും. ഹൈക്കിന്റെ ഈ തീരത്ത് ധാരാളം ഒന്നല്ല. ഈ ഹൈക്കിട്ട് വരുന്നത് അതൊരു വാട്ടർ പ്ലാന്റ് ആണ്. അത് വരുന്നത് മിക്കവാറും ആലപ്പുഴ ഭാഗത്ത്, ആലപ്പുഴ ജില്ലയുടെ ഭാഗത്ത്. അതിങ്ങനെ ഒഴുകി ഇവിടെ സീസണ് കാണാം. അത് വെള്ളത്തിൽ കായലിൽ ഉപ്പിന്റെ അംശം കുറയുന്ന മഴ ധാരാളം ഉള്ള സമയത്താണ് ഇങ്ങനെ മുളച്ചു വരുന്നത്. അത് ഒഴുകി വരും. അങ്ങനെ ഒഴുകി വന്നിട്ട് ഇവിടെ ഉപ്പുള്ള കടലിന്റെ അടുത്തിലേക്കാണ്. അതായത് ജിയോഗ്രഫി അനുസരിച്ച് ഒഴുകി ഉപ്പിൽ വരുമ്പോഴേക്കും അത് നശിക്കും. സംഭവിക്കുന്നത് ഇവിടെ 100 കണക്കിന് ടൺ കുളവാഴ ഇങ്ങോട്ട് ഒഴുകി ഒരു ദിവസവും ടൺ കണക്കിന് വരും. അത് വന്ന് ഇവിടെ അത് കുളത്തിൽ കിടന്നു ചീഞ്ഞത്. തിരിച്ചൊരു ഒഴുക്കില്ല. അത് ഈ തീരത്ത് ചീഞ്ഞു കഴിയുമ്പോൾ അത് മലിനം പെടുകയും നെല്ലുണ്ടാവുകയും ഒക്കെ ചെയ്യും. ഇതാണ് ഒരു പ്രധാന വിഷയം. ഇത്
ഈ നൂറുകണക്കിന് ടൺ ഉണ്ട് എന്നുള്ളതൊക്കെ കാരണം കൊണ്ട് തന്നെ നമ്മൾ മനുഷ്യനെ ഞങ്ങളെ 24 തൊഴിലാളികൾ ചെയ്യുന്ന തൊഴിലാളികൾ തൊഴിലാളികൾ അനുദിനോട് വർക്ക് ചെയ്യും. അവരെ ഒന്നും എല്ലാം പറ്റും. അപ്പൊ അതൊരു ഇഷ്യൂ സീസണലായിട്ട്. രണ്ടാമത്തത് ഈ വരുന്ന പായലിനകത്ത് നിർത്തിക്കല്ലോ അതും അതിനകത്ത് കുടിക്കുക. പിന്നെ ഉള്ളത് കർമ്മ കുപ്പികൾ ചില്ല. അങ്ങനെ ഇത്തരത്തിൽ ഈ ഇതൊരു പായൽ എന്നുള്ളൊരു ജൈവം ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണെങ്കിൽ ഒപ്പം വരുന്ന മറ്റു സാധനങ്ങൾ ജൈവം ഇതെല്ലാം കൂടി കലർന്നാണ് ഈ വെള്ളത്തിൽ കലർന്നെങ്കിൽ ഇതിന് ഭയങ്കര കനമാണ്. ഇതാണ് ഞങ്ങൾ നെയ്തുന്ന ഇവിടുത്തെ കൂട്ട്. ഇതിന് ആധുനികമായിട്ടുള്ള ഈ സംവിധാനത്തിലേക്ക് മാറുന്നു. ഈ കാശുമായിട്ട് ഇരിക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വന്നടിഞ്ഞു കൂടുന്നു. കടലിന്റെ തീരത്തൊരു ട്യൂബ് സൃഷ്ടിക്കും. ഇവിടെ ആവുകയാണ്. അവര് കൊണ്ടുവരുന്ന അവർ ഉപയോഗിക്കുന്ന ഭക്ഷണവും അതിന്റെ പാക്കറ്റുകൾ, കുടിക്കുന്ന വെള്ളത്തിന്റെ ചായ കപ്പ്, ഐസ്ക്രീം കപ്പ്, കുറെ സാധനങ്ങൾ എല്ലാം വലിയൊരു കച്ചവട ശൃംഖലയുള്ള അവിടെ ഉപയോഗിക്കുന്ന ഒരുപാട് സാധനങ്ങൾ. ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഒരു പരിധിവരെ കോർപ്പറേഷന്റെ സൗകര്യത്തോട് എടുത്തു പോകുന്നത്. എന്നാൽ പോലും അത് എന്റെ പോരായ്മകൾ ബാക്കിയുണ്ട്. രണ്ടു തരത്തിലാണ് മാലിന്യങ്ങൾ. ഒന്ന് ഈ കടലിലൂടെ കായലിലൂടെ വരുന്ന മാലിന്യം, അതല്ലാതെ പുറത്ത് ഉണ്ടാവുന്ന കരയിലുണ്ടാവുന്ന മാലിന്യം. രണ്ടും രണ്ട് ഇഷ്യൂസാണ്. കരയിലുള്ള മാലിന്യങ്ങൾ നമുക്ക് കോർപ്പറേഷന്റെ കൂടി സൗകര്യത്തോടെ ചെയ്യാൻ കഴിയും. പിന്നെ മരങ്ങൾ ഉപയോഗിക്കുന്ന ഇലകൾ അടുത്ത് അടിച്ചു കൂട്ടി മാറ്റാൻ പറ്റും. പക്ഷെ ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പുറത്ത് കടലിലൂടെ വരുന്ന ഈ ടൺ കണക്കിന് വരുന്ന മാലിന്യങ്ങളാണ്. അതിനൊരു ആധുനിക സൗകര്യം വേണ്ടിവരും. ഞങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിവിധ സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടുകൂടി അത് ഉടനെ മാറ്റുകയാണ് ചെയ്യാം. പായലിനോടൊപ്പം വന്നിട്ടുള്ള പ്ലാസ്റ്റിക്കും തെർമോഫോണും കുപ്പിയും ഒക്കെ ഞങ്ങളെടുത്ത് ചാക്കുകളിലാക്കി സന്നദ്ധ സംഘടനകളുടെ സഹായത്തോട് ചാക്കുകളായി വെക്കുകയും അത് വേറെ ചില സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടുകൂടി അതവിടെ മാറ്റുകയും ചെയ്യും. ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞങ്ങളെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ആളുകൾ അതിനായിട്ട് ഞാൻ പറഞ്ഞത് DGP ഞങ്ങളോടൊപ്പം ഉണ്ട്. അടുത്ത് ഇന്നത്തെ ആളുകളുണ്ട്. തേവര SS കോളേജ്, അവിടുത്തെ വിദ്യാർത്ഥികൾ എല്ലാ ശനിയാഴ്ചയും സഹകരിക്കുന്നു. പിന്നെ പ്ലാൻ അറ്റ് എർത്ത് എന്ന് പറയുന്ന ഒരു ബാങ്ക് എനിക്ക് അവര് താഴ്ന്ന വേറെ തലത്തിലാണ്. അവര് ഞങ്ങളിത് ഇവിടെ നിന്ന് നിർവാഹനം ചെയ്യാനായിട്ട് ഈ കളക്ട് ചെയ്യുന്ന ഇത് കൊണ്ടുപോകാൻ ഒരുപാട് സഹായിച്ചു. എന്ന് മാത്രമല്ല, ആ കളക്ട് ചെയ്യുന്ന പാഴ്വസ്തുക്കൾ ഈ മാലിന്യത്തിൽ നിന്ന് ചില ആർട്ട് വർക്കുകളുണ്ട്. അതിന്റെ എക്സിബിഷൻ തന്നെ ഇവിടെ നടക്കുകയുണ്ടായി. ഇപ്പൊ നിങ്ങൾ അവിടെ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കളക്ട് ചെയ്ത് ഇവിടെ ചെരുപ്പുകൾ കൊണ്ട് തന്നെ ചില സെൽഫി പോയിന്റുകൾ ഞങ്ങൾ അവരുണ്ടാക്കി. അപ്പൊ അവര് വലിയൊരു വർക്കാണ്. പിന്നെ മറ്റൊരു സംഘടനയുടെ ക്യാപ്റ്റൻ ഒരു സന്നദ്ധ സംഘടനയാണ്. അവരിടക്കിടക്ക് വരും. അവരിങ്ങനെ ഞങ്ങൾ ചെയ്യുന്നത് വിവിധ സന്നദ്ധ സംഘടനകളുടെയും വ്യക്തികളുടെയും സപ്പോർട്ടോടുകൂടി ഇതിനെ നിർവാഹനം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് വേണ്ടത് കോർപ്പറേഷന്റെ ഒരു പിന്തുണയും കൂടിയാണ്. കോർപ്പറേഷൻ കരയിൽ ഞാൻ സഹായിക്കുന്നുണ്ട്, പക്ഷെ കടലിൽ എനിക്ക് കോർപ്പറേഷന്റെ സഹായം കിട്ടുന്നില്ല.
ഞങ്ങളാക്കിയിട്ടുണ്ട്. അത് അവരുടെ ഭാഗത്ത് ഞങ്ങൾക്ക് പിന്തുണ ഉണ്ടാവില്ല ജനവിധി പറഞ്ഞു. അല്ല ഇപ്പൊ ഈ വേസ്റ്റ് വരുന്നത് മീൻസ് ഈ എല്ലാ സൈഡിൽ നിന്നും വരുന്ന പറഞ്ഞില്ലേ, വൈപ്പിൻ ആ ഭാഗത്തു നിന്നൊക്കെ. അപ്പൊ വേസ്റ്റ് ഇപ്പൊ മാക്സിമം നമ്മ ഹ്യൂമൻസ് തന്നെ നിന്നിട്ട് അത് മാക്സിമം മാറ്റാൻ നോക്കുന്നുണ്ട്. ഈ കായൽ വരുന്ന മറ്റേ വാഴ ആ സംഭവങ്ങളൊക്കെ അത് മാറ്റാനായിട്ട് മീൻസ് വരാതിരിക്കാനായിട്ട് എന്തെങ്കിലും വരാതിരിക്കാൻ വഴിയില്ല. കാരണം അത് പറഞ്ഞില്ലേ, ആലപ്പുഴ എന്ന് പറയുന്ന കിലോമീറ്ററുകൾക്ക് അപ്പുറത്താണ്. ആ സമയത്ത് പോയി കഴിഞ്ഞാൽ ആലപ്പുഴ നിറയുന്നതാണ്. പിന്നെ ഈ നദി ഒഴുകുന്നത് അത് നമുക്ക് ഒഴുക്കിനെ തടയാൻ പറ്റില്ല. ഇതിന്റെ വിത്തുകള് ജലത്തിൽ തന്നെ ഉള്ളതാണ്. ഇത് ക്ലീൻ ചെയ്യാറുണ്ടോ? ഇപ്പൊ ചീഞ്ഞതായി പോവും, അവിടെ ഭയങ്കര സ്മെല്ലൊക്കെ വരും. ക്ലീൻ ചെയ്യാനായിട്ട് പാടാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇപ്പൊ നോർമലി ഞങ്ങള് സാധാരണ JCB ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. ചെയ്യാറ്. അത് നിങ്ങളുടെ ഒഴുകി വരുന്നത് ഞങ്ങൾക്ക് തടയാൻ പറ്റും. ഞങ്ങളൊരു ചെറിയൊരു ഓർഗനൈസേഷൻ, ഞങ്ങൾ ഇവിടെ ഇത് ഒഴുകി വരുന്ന ആലപ്പുഴയല്ലോ. അപ്പൊ അത് തടയണമെന്നുണ്ടെങ്കിൽ നദിയെ തടയണം, നദിയുടെ ഒഴുകിയും തടയണം, കായലിന്റെ ഒഴുകിയും തടയണം. അല്ലെങ്കിൽ അവിടെ ആലപ്പുഴയിൽ നിന്ന് തീരുമാനം അതൊന്നും നടക്കുന്ന കാര്യമില്ല. കാരണം അവിടെ തന്നെ ഇത് ഒരുപാട് ഉണ്ടായിട്ടാണ് അവിടെ നിങ്ങൾക്ക് വരുന്നത്. അപ്പോ ഇതിനെ കൈകാര്യം ചെയ്യാവുന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിക്കുന്ന കാര്യമല്ല. എന്നാൽ പോലും പറയുന്നത് ഈ അഴുക്കിനെ, കായലിനെ എടുത്തിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജലത്തിൽ നിന്ന് തന്നെ എടുത്തിട്ട് അതുകൊണ്ട് മറ്റു ചില വസ്തുക്കളെ ഉണ്ടാക്കാൻ കഴിയും. അത് ഉണക്കിയിട്ട് ഇന്ധനമാക്കി മാറ്റാൻ പറ്റും. ഈ വാഴകൾ അങ്ങനെ ചില ഈ രീതികളുണ്ട്. ഈ വാഴകളെ എടുത്തിട്ട്, മുളവാഴയിൽ നിന്നാണ് എടുത്തിട്ട് അത് ഉണക്കി അത് ഇന്ധനമാക്കാൻ കഴിയുമെന്ന് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ട്. പിന്നെ അതിനെടുത്തിട്ട് പേപ്പർ ഉണ്ടാക്കാം, അല്ലെങ്കിൽ അതിനെടുത്തിട്ട് ബാസ്ക്കറ്റുകൾ ഉണ്ടാക്കാം, ഇതൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അത് ചെയ്തിട്ടുണ്ടോ? ചെയ്യുന്ന ടെക്നോളജി വന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങളല്ല ചെയ്യുന്നത്, ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല. ചെറിയൊരു ഹെറിറ്റേജുമായി ബന്ധപ്പെട്ടുള്ള ഓർഗനൈസേഷൻ. എന്റെ സ്ഥാപനം എന്ന് പറഞ്ഞാല് ഞാൻ സ്ഥാപനം ഹെറിറ്റേജ്, കൊച്ചിയുടെ ഹെറിറ്റേജുമായി പൈതൃകമായി ബന്ധപ്പെട്ടിട്ടുള്ള. പക്ഷെ ഒരു പൈതൃക നഗരമായതുകൊണ്ട് അത് വൃത്തിയായി കിടക്കണമെന്നുള്ള താല്പര്യം കൊണ്ടാണ് ഞങ്ങളിത് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. പക്ഷെ ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഇനീഷ്യേറ്റീവ്സ് ഒക്കെ ഉണ്ടായിട്ട് ഇത്രയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈ ടൺ കണക്കിന്, നൂറുകണക്കിന് ടൺ വരുന്ന ഈ കുളവാഴയെ മുഴുവനും എടുത്ത് ഉണക്കി അത് ഇന്ധനമാക്കി മാറ്റാൻ കഴിയുന്ന ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയില് ചില ആളുകൾ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇവിടെ തന്നെ ചെയ്യാനുള്ള ശ്രമങ്ങൾ വരുന്നു. ഈ ഇടത്തരം കോർപ്പറേഷൻ ചില കാര്യങ്ങൾ ചെയ്ത് കോർപ്പറേഷൻ ചെറിയ യന്ത്രങ്ങൾ കൊണ്ടുവന്നിട്ട് ചില തോടുകളിൽ നിന്ന് അത് കുളവാഴ നീക്കം ചെയ്യുന്നു. കരയിലുണ്ടാകുന്ന മാലിന്യം കോർപ്പറേഷന്റെ സഹായത്തോടെ മാറ്റാൻ സാധിക്കുന്നു. കടലിലൂടെ വരുന്ന ടൺ കണക്കിനുള്ള മാലിന്യം നീക്കാൻ ആധുനിക സൗകര്യങ്ങൾ ആവശ്യമാണ്. പല സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ ഇവ നീക്കം ചെയ്യുന്നത്. DTPC, ശുചിത്വ തൊഴിലാളികൾ, സേക്രഡ് ഹാർട്ട്സ് ദേവര കോളേജ് വിദ്യാർത്ഥികൾ, ക്യാപ്റ്റൻസ് തുടങ്ങിയവർ എല്ലാ ശനിയാഴ്ചകളിലും ഇത് നീക്കം ചെയ്യാൻ സഹകരിക്കുന്നു. പ്ലാനറ്റ് അറ്റ് എർത്ത് പോലുള്ള NGOകൾ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, ചെരുപ്പുകൾ കൊണ്ടുണ്ടാക്കിയ കരകൗശല വസ്തുക്കളും സെൽഫി പോയിന്റുകളും ഇവിടെ കാണാൻ സാധിക്കും. ഇന്നീ കാണുന്ന ബീച്ചിന്റെ മനോഹാരിത മായാതെ ഇരിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം.